ദേഷ്യക്കാരായ ആളുകളെക്കുറിച്ച് നിങ്ങളുടെ കാഴ്ചപ്പാട് എന്താണ്? ദേഷ്യം എന്ന് പറയുന്നത് ആ വ്യക്തി അനുഭവിക്കുന്ന എന്തോ ഒരു പ്രശ്നത്തിന് സിഗ്നലായിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് കുട്ടികളാണെങ്കിലും ഭാര്യയാണെങ്കിലും ഭർത്താവാണെങ്കിലും നമ്മുടെ കൂട്ടുകാരാണെങ്കിലും ഏകദേശം 80% ദേഷ്യവും ഈ കാര്യങ്ങൾ പരിഹരിക്കുന്നതിലൂടെ നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയും. ഹെൽത്ത്, ടെക്നോളജി, സൈക്കോളജി റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റുകൾക്ക് ഇപ്പോൾ തന്നെ ഫോളോ ചെയ്യുക. തിരിച്ചു ചൂടാവുക എന്നുള്ളത് ഒരിക്കലും അതിനുള്ളൊരു പരിഹാരമല്ല. ഇത് പ്രധാനമായിട്ടും വരാനുള്ള ഒരു കാരണം നിരന്തരം ഈ വ്യക്തി അനുഭവിക്കുന്ന ശാരീരിക പ്രയാസങ്ങളാണ്. കുട്ടികളുടെ കേസിലേക്കാണെങ്കിൽ അലർജി റിലേറ്റഡോ മറ്റോ ബുദ്ധിമുട്ടുകളായിരിക്കാം. വലിയവർക്കും അതുപോലെ തന്നെ നിരന്തരം പെയിനുകളൊക്കെ അനുഭവിക്കുന്ന മറ്റ് ഡിസീസ് കണ്ടീഷനുകളായിരിക്കാം. പിന്നെ വരുന്നത് ഈ വ്യക്തി അനുഭവിക്കുന്ന മാനസിക സമ്മർദ്ദങ്ങളാണ്. കുട്ടികളുടെ ഇടയിലുള്ള കളിയാക്കലുകൾ, മാതാപിതാക്കളുടെ ഭാഗത്തു നിന്നുള്ള ഓവറായിട്ടുള്ള ശാസനകൾ, വിദ്യാഭ്യാസപരമായ സ്ട്രെസ്സുകൾ തുടങ്ങിയ പല കാരണങ്ങളും കുട്ടികൾ അനുഭവിക്കുന്നുണ്ട്. ഇതുപോലെ മുതിർന്നവർക്കും പലതരത്തിലുള്ള മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാവാം. പിന്നെ ഒന്നുള്ളത് ഉറക്കക്കുറവ് ഒരു പ്രധാന കാരണമായിട്ട് ദേഷ്യം ഉണ്ടാവുന്നതിന് കാരണമായിട്ട് പറയുന്നുണ്ട്. പിന്നെ ബ്രെയിനിന്റെ ഓവർ ആക്ടിവേഷൻ ആണ് പലപ്പോഴും സ്ക്രീൻ ടൈം ഇതിനൊരു കാരണമായിട്ട് പറയുന്നുണ്ട്. ഒരു 20% ആളുകളിൽ അവരുടെ നേച്ചർ അനുസരിച്ച് ദേഷ്യക്കാരായി മാറാം. ഇത് അവരെ എഡ്യൂക്കേറ്റ് ചെയ്യുന്നതിലൂടെയും കൗൺസിലിങ്ങിലൂടെയും മാറ്റിയെടുക്കാൻ സാധിക്കും. ദേഷ്യക്കാരായ ആളുകളെക്കുറിച്ച് നിങ്ങളുടെ കാഴ്ചപ്പാട് എന്താണ്? ദേഷ്യം എന്ന് പറയുന്നത് ആ വ്യക്തി അനുഭവിക്കുന്ന എന്തോ ഒരു പ്രശ്നത്തിന് സിഗ്നലായിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് കുട്ടികളാണെങ്കിലും ഭാര്യയാണെങ്കിലും ഭർത്താവാണെങ്കിലും നമ്മുടെ കൂട്ടുകാരാണെങ്കിലും ഏകദേശം 80% ദേഷ്യവും ഈ കാര്യങ്ങൾ പരിഹരിക്കുന്നതിലൂടെ നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയും. ഹെൽത്ത്, ടെക്നോളജി, സൈക്കോളജി റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റുകൾക്ക് ഇപ്പോൾ തന്നെ ഫോളോ ചെയ്യുക. തിരിച്ചു ചൂടാവുക എന്നുള്ളത് ഒരിക്കലും അതിനുള്ളൊരു പരിഹാരമല്ല. ഇത് പ്രധാനമായിട്ടും വരാനുള്ള ഒരു കാരണം നിരന്തരം ഈ വ്യക്തി അനുഭവിക്കുന്ന ശാരീരിക പ്രയാസങ്ങളാണ്. കുട്ടികളുടെ കേസിലേക്കാണെങ്കിൽ അലർജി റിലേറ്റഡോ മറ്റോ ബുദ്ധിമുട്ടുകളായിരിക്കാം. വലിയവർക്കും അതുപോലെ തന്നെ നിരന്തരം പെയിനുകളൊക്കെ അനുഭവിക്കുന്ന മറ്റ് ഡിസീസ് കണ്ടീഷനുകളായിരിക്കാം. പിന്നെ വരുന്നത് ഈ വ്യക്തി അനുഭവിക്കുന്ന മാനസിക സമ്മർദ്ദങ്ങളാണ്. കുട്ടികളുടെ ഇടയിലുള്ള കളിയാക്കലുകൾ, മാതാപിതാക്കളുടെ ഭാഗത്തു നിന്നുള്ള ഓവറായിട്ടുള്ള ശാസനകൾ, വിദ്യാഭ്യാസപരമായ സ്ട്രെസ്സുകൾ തുടങ്ങിയ പല കാരണങ്ങളും കുട്ടികൾ അനുഭവിക്കുന്നുണ്ട്. ഇതുപോലെ മുതിർന്നവർക്കും പലതരത്തിലുള്ള മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാവാം. പിന്നെ ഒന്നുള്ളത് ഉറക്കക്കുറവ് ഒരു പ്രധാന കാരണമായിട്ട് ദേഷ്യം ഉണ്ടാവുന്നതിന് കാരണമായിട്ട് പറയുന്നുണ്ട്. പിന്നെ ബ്രെയിനിന്റെ ഓവർ ആക്ടിവേഷൻ ആണ് പലപ്പോഴും സ്ക്രീൻ ടൈം ഇതിനൊരു കാരണമായിട്ട് പറയുന്നുണ്ട്. ഒരു 20% ആളുകളിൽ അവരുടെ നേച്ചർ അനുസരിച്ച് ദേഷ്യക്കാരായി മാറാം. ഇത് അവരെ എഡ്യൂക്കേറ്റ് ചെയ്യുന്നതിലൂടെയും കൗൺസിലിങ്ങിലൂടെയും മാറ്റിയെടുക്കാൻ സാധിക്കും.